സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായെങ്കിലും UDF-ൽ വിവിധയിടങ്ങളിൽ അസ്വാരസ്യം തുടരുകയാണ്. പുനലൂരിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസ് വിമതനെ പിൻവലിപ്പിക്കാൻ KPCC നേതൃത്വം ഇടപെട്ടേക്കും. കണ്ണൂരിൽ പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPIM മുൻ നേതാക്കളെ പിന്തുണയ്ക്കാനുള്ള UDF തീരുമാനത്തിനെതിരെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട്. കൊല്ലം പുനലൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടും UDF-ലെ കല്ലുകടി മാറുന്നില്ല. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ വിമതനായ കോൺഗ്രസ് നേതാവ് പ്രചാരണം തുടരുകയാണ്. മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വന്നാൽ പിന്മാറാമെന്ന് വിമതനായ നെൽസൺ സെബാസ്റ്റ്യൻ. എല്ലാ പ്രവർത്തകരും ഐക്യകണ്ഠേന തീരുമാനിച്ചില്ല. ഒരുമിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനമാണ്. കോൺഗ്രസിലാണ് മത്സരിക്കുന്നത്. അങ്ങനെ എന്റെ പേര് വന്നു മത്സരിക്കുന്നത്. ഇനി അഥവാ കോൺഗ്രസ് നേതൃത്വം പറയുന്നു മറ്റൊരാൾ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാറിക്കൊടുക്കും. മാറിക്കൊടുത്തിട്ട് പക്ഷേ അത് കോൺഗ്രസിന് മാത്രം ഘടകകക്ഷികൾക്കാണ് കൊടുക്കുന്നത്. കാരണം ഘടകകക്ഷിയെല്ലാം തോറ്റിവിടെ. പ്രാദേശിക നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ KPCC ഇടപെട്ടേക്കും. ഇന്ന് തന്നെ പ്രശ്നം പരിഹരിക്കുമെന്ന് DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് 24-നോട് പറഞ്ഞു. കണ്ണൂർ പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPIM വിട്ട നേതാക്കളെ പിന്തുണയ്ക്കാനുള്ള UDF തീരുമാനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. തളിപ്പറമ്പിൽ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനനും പയ്യന്നൂരിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദും സ്ഥാനാർത്ഥികളാകും. തളിപ്പറമ്പിൽ CPIM മുൻ നേതാവ് TK ഗോവിന്ദനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് KPCC അംഗം കൊയ്യം ജനാർദ്ദനൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. പാലക്കാട് മണ്ണാർക്കാട് N. ഷംസുദ്ദീനെ സ്ഥാനാർത്ഥിയാക്കിയത് കൂടിയാലോചന ഇല്ലാതെയെന്നാണ് മുസ്ലിം ലീഗിൽ ഒരു വിഭാഗത്തിന്റെ പരാതി. മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ഇന്നലെ പാണക്കാട്ടെത്തി അതൃപ്തി അറിയിച്ചു. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.